ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോൻ്റെ നെക്സ്റ്റ് കാറ്റഗറി ആയിട്ടുള്ള ഡിവിഡൻഡ് പെർ ഷെയർ ആണ്. സോ ഡി പി എസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഡി പി എസിൽ പറയുന്നത് ഡി പി എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്കറിയാം, നമ്മൾ ഒരു ഫേമിൽ നിന്ന് പ്രോഫിറ്റ് ഏൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, ഇപ്പോൾ ഡിവിഡൻറ്റ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് ഡിവിഡൻ്റായിട്ട് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അത് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എപ്പോഴും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനും അതേപോലെ തന്നെ അത് ഹോൾഡേഴ്സിനായിരിക്കും നമ്മൾ ഫസ്റ്റ് തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ബാലൻസ് ഉണ്ടാവുന്ന എമൗണ്ടാണ് നമ്മൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്, ദാറ്റ് മീൻസ് നമ്മുടെ ആക്ച്വൽ ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുള്ളൂ. ദാറ്റ് മീൻസ് നമ്മൾ അതർ പേഴ്സൺസിന് എല്ലാം നമ്മൾക്ക് കിട്ടുന്ന ലാഭത്തിൽ നിന്നുള്ളതെല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് ബാലൻസ് ഉള്ള എമൗണ്ടാണ് നമ്മൾ ഈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഓർ ആക്ച്വൽ ഷെയർ ഹോൾഡേഴ്സിന് ആക്ച്വൽ ഓണേഴ്സിന് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഡിവിഡൻഡ് പെർ ഷെയർസിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് പെർ ഷെയർസ് ഈസ് നോൺ ആസ് ഡി പി എസ്. ഡി പി എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന, അതായത് ഓർഗനൈസേഷനിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. അത് പെർ ഷെയറിന് എത്ര എമൗണ്ട് വെച്ചിട്ടാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്, അതിനെയാണ് നമ്മൾ ഡി പി എസ് എന്ന് പറയുന്നത്, ഡിവിഡൻഡ് പെർ ഷെയർ. സോ ഡി പി എസിൽ പറയുന്നത് ദ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആൻഡ് പ്രിഫറൻഷ്യൽ ഡിവിഡൻഡ് ബിലോങ് ടു ദ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ദാറ്റ് മീൻസ് നമ്മൾ ഈ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനും അതേപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റ്, ടാക്സ് ഇതെല്ലാം കഴിഞ്ഞിട്ട് കിട്ടുന്ന പ്രോഫിറ്റാണ് നമ്മൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഹവർ എ പാർട്ട് ഓഫ് ദ നെറ്റ് പ്രോഫിറ്റ് ബിലോങ്ങിങ് ടു ദം ഇറ്റ് റിട്ടേൺ ആസ് എ റിസർവ് ആൻഡ് ഓൺലി ദ ബാലൻസ് ഈസ് പെയ്ഡ് ആസ് എ ഡിവിഡൻഡ്. അതായത് നമ്മൾക്ക് കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ ഒരു നിശ്ചിത എമൗണ്ട് നമ്മൾ എന്തായിട്ട് കെപ്റ്റ് ചെയ്ത് വയ്ക്കും, റിസർവായിട്ട് നമ്മൾ റീറ്റെയിൻ ചെയ്ത് വയ്ക്കും. ദാറ്റ് മീൻസ് നമ്മൾക്ക് എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾക്ക് എമൗണ്ട് റിക്വയർഡ് ആയിട്ട് വരും. സോ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് ഒരു സർട്ടേൺ എമൗണ്ട് ഓഫ് മണി നമ്മൾ റീറ്റേൺഡ് ആയിട്ട് വയ്ക്കും. അങ്ങനെ റിട്ടേൺ ആയിട്ട് വയ്ക്കുന്ന എമൗണ്ടിന് പറയുന്നതാണ് റിസർവ് എന്ന് പറയുന്നത്. സോ എന്നിട്ട് ഇങ്ങനെ റിസർവായിട്ട് കെപ്റ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള എമൗണ്ടാണ് നമ്മൾ ഡിവിഡൻ്റായിട്ട് ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്ന എമൗണ്ട്, നമ്മൾ ഡിവിഡൻ്റായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്ന പ്രോഫിറ്റിൽ അത് എത്രത്തോളമാണ് ഓരോ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനും പെർ ഷെയർ വെച്ച് കിട്ടുന്നത്, അതിനെയാണ് നമ്മൾ ഡി പി എസ് എന്ന് പറയുന്നത്, എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് പെർ ഷെയർസ്. ഓരോ ഷെയർസിനും എത്ര എമൗണ്ട് ഓഫ് പ്രോഫിറ്റാണ് നമ്മൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്, അതിനെയാണ് നമ്മൾ ഡിവിഡൻഡ് പെർ ഷെയർ എന്ന് പറയുന്നത്. നമുക്ക് അതർ വേർഡ്സിൽ പറയാം, ദ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡഡ് ബൈ ദ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ്. അതായത് ഓരോ ഷെയർ ഹോൾഡേഴ്സിൻ്റെ കയ്യിലും എത്ര ഷെയർസ് ആണുള്ളത് അതിൻ്റെ ബേസിസിലായിരിക്കും നമ്മൾ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതാണ് ഈ ഡി പി എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നെക്സ്റ്റ് നമ്മൾ ഡി പി എസിൻ്റെ ഇക്വേഷനാണ് നോക്കുന്നത്. സോ ഡി പി എസ് ഈക്വൽ ടു ഡിവിഡൻഡ് പെയ്ഡ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്. സോ ഡി പി എസിൽ എന്താ പറയുന്നത്, സോ ഇറ്റ് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിവിഡൻഡ് പെയ്ഡ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്. സോ നമുക്ക് ഡി പി എസിൽ നമ്മൾ ഫസ്റ്റത്തേൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എത്ര എമൗണ്ട് ഓഫ് ഡിവിഡൻ്റാണ് ഏൺ ചെയ്തിരിക്കുന്നത്, അതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഇക്വേഷൻ്റെ ഫസ്റ്റ് പാർട്ടിൽ വരുന്നത്. നെക്സ്റ്റ് പറയുന്നത് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്, ദാറ്റ് മീൻസ് ഓരോ ഷെയർ ഹോൾഡേഴ്സും എത്ര നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ആണ് ഹോൾഡ് ചെയ്തിരിക്കുന്നത്, അതാണ് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്. ദാറ്റ് മീൻസ് നമ്മുടെ ഇക്വിറ്റി ഷെയർസിൻ്റെ ടോട്ടൽ നമ്പർ. അപ്പോൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് നമ്മളെങ്ങനെ ഇക്വേഷൻ കാണാം, നമ്മുടെ ഇക്വിറ്റി ഡിവിഡൻറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഒരു പ്രോബ്ലം ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസത്തെ പ്രോബ്ലത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു നമ്മളുടെ ഇക്വിറ്റി ഡിവിഡൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 lakh ആണ് നമ്മുടെ പ്രോബ്ലത്തിൽ തന്നിരുന്നു. സോ നമ്മുടെ പ്രോബ്ലത്തിൽ തന്നിരുന്നു 5 lakh ആണ് നമ്മുടെ ഇക്വിറ്റി ഡിവിഡൻറ്റ് എന്നുള്ളത്. സോ ഇൻറ്റു നമ്മുടെ അടുത്ത് പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ട് the company declared a dividend of 20% of equity shares. സോ നമ്മുടെ അടുത്ത് പ്രോബ്ലത്തിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത പ്രോബ്ലം തന്നെയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ ആ പ്രോബ്ലം വെച്ച് നോക്കുമ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 20% ആണ് കമ്പനി ഡിവിഡൻ്റായിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുന്നതെന്ന്. സോ ഇക്വിറ്റി ഷെയറിൻ്റെ ബേസിസിൽ, സോ നമ്മുടെ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഇക്വിറ്റി ഷെയർസ് നമുക്ക് തന്നിരുന്നത് എത്രയാണ്, 5 lakh ആണ്. സോ 5 lakhൻ്റെ 20% നമ്മൾ കണ്ടുപിടിക്കുക. 5 lakhൻ്റെ 20% എന്ന് പറയുമ്പോൾ എത്രയാണ് വരിക,
1 ലാക്കാണ് നമ്മൾക്ക് ആൻസർ വരിക. അതായത് ഇക്വിറ്റി ഡിവിഡൻറ്റ് നമുക്ക് 1 ലാക്കാണ് വരിക. സോ നമുക്ക് DPS എങ്ങനെ കണ്ടുപിടിക്കുക? അപ്പോൾ നമുക്ക് മനസ്സിലായി ഡിവിഡൻറ്റ് നമ്മൾ കണ്ടുപിടിച്ചു. ഇക്വിറ്റി ഷെയർസിന് കൊടുത്തിരിക്കുന്ന ഡിവിഡൻറ്റ് 1 ലാക്കാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. സോ നമ്മൾ ഒരു ഇക്വേഷൻ ചെയ്യുമ്പോൾ 1 lakh ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്, നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് 15,000 ആണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. സോ 1 lakh ഡിവൈഡഡ് ബൈ 15,000 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ആൻസർ ₹2 കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ പ്രോബ്ലത്തിൽ DPS എന്ന് പറയുന്നത്. സോ DPS കണ്ടുപിടിക്കാനായിട്ട് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഫസ്റ്റ് തന്നെ ഡിവിഡൻഡ് പെയ്ഡ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് കണ്ടുപിടിക്കണം. അതേപോലെ തന്നെ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസും കണ്ടുപിടിച്ചിരിക്കണം. അപ്പോൾ ഡിവിഡൻഡ് പെയ്ഡ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും ഇത്ര പെർസെൻറ്റേജ് ആണെന്നുള്ളത്. ആ പെർസെൻറ്റേജ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഡിവിഡൻഡ് കിട്ടും. പിന്നെ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് നമ്മൾക്കറിയാം, നമ്മൾക്ക് എത്രയാണോ തന്നിരിക്കുന്നത് അതിൻ്റെ അകത്ത് തന്നെ നമ്മളോട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും ഇത്ര ഈച്ച് വെച്ചിട്ട് ഇത്ര ഷെയർസ് ഉണ്ടായിരിക്കുന്നു. അപ്പോൾ ആ എമൗണ്ട് ഡിവൈഡഡ് ബൈ എത്ര റുപ്പീസാണെന്ന് നമുക്ക് തന്നിരിക്കുന്നത് അത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ നമ്പർ കിട്ടും. അപ്പോൾ ഇത് രണ്ടും കൂടി ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ആൻസർ ആയിരിക്കും നമ്മുടെ DPS എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതാണ് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ, ദാറ്റ് മീൻസ് DP, ദാറ്റ് മീൻസ് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ആണ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിളി പറയുന്നത് ഇറ്റ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് DPS ആൻഡ് EPS. EPSൻ്റെയും DPSൻ്റെയും ഒരു കോമ്പിനേഷനാണ് സിമ്പിളി നമ്മൾക്ക് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് സിമ്പിൾ സെൻറ്റൻസ് ആയിട്ട് നിങ്ങളുടെ അടുത്തൊരു ഇപ്പോൾ വാട്ട് ഈസ് DP എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇറ്റ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് EPS ആൻഡ് DPS, ദാറ്റ് മീൻസ് ഏർണിംഗ് പെർ ഷെയർ ആൻഡ് ഡിവിഡൻഡ് പെർ ഷെയർ. സോ നമുക്ക് എന്താണെന്ന് നോക്കാം. The company does not distribute all of the earning of equity shares. A part of the earning shall be retained in the business. This will be invested for the future growth. സോ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില സിറ്റുവേഷൻസിൽ കമ്പനിക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ആ ഏൺ ചെയ്ത പ്രോഫിറ്റ് കമ്പനി അവരുടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കില്ല. അവർ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവർ റീറ്റെയിൻഡ് ഏർണിങ്സ് ആയിട്ട് അവർ കെപ്റ്റ് ചെയ്ത് വെക്കും, അല്ലെങ്കിൽ റിസർവ് ആയിട്ട് കെപ്റ്റ് ചെയ്ത് വെക്കും. ബിക്കോസ് ഓഫ് എന്തിനാണ്? അവർ ഫ്യൂച്ചർ ഗ്രോത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് പിന്നീട് അവരുടെ കയ്യിൽ നിന്ന് എമൗണ്ട് സ്പെൻഡ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റിൽ എമൗണ്ട് ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്ട് അവർ ആ എമൗണ്ട് റീറ്റെയിൻ ചെയ്ത് വെക്കും ഫോർ ദ പർപ്പസ് ഓഫ് ഫ്യൂച്ചർ ഗ്രോത്ത്. ഫ്യൂച്ചർ ഗ്രോത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കമ്പനി എക്സ്പാൻഡ് ചെയ്യാൻ, അല്ലെങ്കിൽ കമ്പനിയുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് കുറച്ച് എമൗണ്ട് റീറ്റെയിൻ ചെയ്ത് വെക്കും. സോ അപ്പോൾ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോയിൽ പറയുന്നത് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ measure the relationship between dividend paid to equity shareholders and earning belonging to them. ദാറ്റ് മീൻസ് എന്താണ്? അപ്പോൾ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോയിൽ നമ്മൾ മെഷർ ചെയ്യുന്നത് എന്താണ്? ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിവിഡൻഡ് പെയ്ഡ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ദ ഏർണിംഗ് ബിലോങ്ങിങ്സ് ടു ദം. ദാറ്റ് മീൻസ് എന്താ പറയുന്നത്? അതായത് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോയിൽ നമ്മൾ മെയിൻലി ചെക്ക് ചെയ്യണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ പെയ്ഡ് ചെയ്യുന്ന ഡിവിഡൻഡ് എത്രയാണ്, അതേപോലെ തന്നെ ഏർണിങ്സ്, അതിൽ നിന്ന് അവർക്ക് കിട്ടിയിരിക്കുന്ന ഏർണിങ്സ് എത്രയാണ്. ഈ റിലേഷൻഷിപ്പാണ് നമ്മൾ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോയിൽ ചെക്ക് ചെയ്യുന്നത്. സോ നമ്മുടെ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ഈക്വൽ ടു നമുക്ക് പറയാം ഡിവിഡൻഡ് പെയ്ഡ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡഡ് ബൈ നെറ്റ് പ്രോഫിറ്റ് ബിലോങ്ങിങ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. സോ നമ്മുടെ അടുത്ത് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിവിഡൻഡ് പെയ്ഡ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡഡ് ബൈ നെറ്റ് പ്രോഫിറ്റ് ബിലോങ്ങിങ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണ് ഇതിൻ്റെ ഇക്വേഷൻ വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇക്വേഷൻ വേറെ രൂപത്തിൽ എഴുതാം ഡിവിഡൻഡ് പെർ ഷെയർ ഡിവൈഡഡ് ബൈ ഏർണിംഗ് പെർ ഷെയർ. ദാറ്റ് മീൻസ് എന്താണ്? നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മുടെ ഡിവിഡൻഡ് പെർ ഷെയറും അതേപോലെ തന്നെ ഏർണിങ്സ് പെർ ഷെയറും നമ്മൾ കണ്ടുപിടിച്ചത്. ദാറ്റ് മീൻസ് EPSഉം DPSഉം അതിൻ്റെ രണ്ടിൻ്റെ കോമ്പിനേഷനാണ് നമ്മുടെ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ അപ്പോൾ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത പ്രോബ്ലം ഇല്ലേ, അതിൽ നിന്ന് കിട്ടുന്ന ആൻസേഴ്സിന് തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? DPS എന്ന് പറയുന്നത്. സോ നമ്മൾ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ കണ്ടുപിടിക്കാൻ ഫസ്റ്റ് തന്നെ EPSഉം കാൽക്കുലേറ്റ് ചെയ്യുക, അതേപോലെ തന്നെ DPSഉം കണ്ടുപിടിക്കുക. അതിൻ്റെ ബേസിസിലാണ് നമ്മൾ ഈ DP കണ്ടുപിടിക്കുന്നത്. സോ ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത പ്രോബ്ലത്തിൻ്റെ ബേസിസിലാണ് ഇവിടെ നമ്മൾ ആൻസർ ചെയ്യാൻ പോകുന്നത്.
അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടുപിടിച്ചിരുന്നു ഡിവിഡൻഡ് പെയ്ഡ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള എമൗണ്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഡിവിഡൻഡ് പെയ്ഡ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്നും പറഞ്ഞ് കണ്ടുപിടിച്ചിരുന്ന എമൗണ്ട് എത്രയാണ്? 1 lakh ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിവിഡൻഡ് പെയ്ഡ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്നും പറഞ്ഞ് കണ്ടുപിടിച്ചിരിക്കുന്ന എമൗണ്ട് ഡിവൈഡഡ് ബൈ നെറ്റ് പ്രോഫിറ്റ് ബിലോങ്ങിങ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് മീൻസ് എന്താണ്? നമ്മൾ EPS കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്ത ഇക്വേഷൻ എന്താണ്? നെറ്റ് പ്രോഫിറ്റ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ആണ് നമ്മൾ യൂസ് ചെയ്തിരുന്നത്. സോ നമ്മൾ പറഞ്ഞിരുന്നു DPS ഡിവൈഡഡ് ബൈ EPS ആണെന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ EPS കണ്ടുപിടിച്ചപ്പോൾ തന്നെ നമ്മൾ നെറ്റ് പ്രോഫിറ്റ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് ആൻസർ ഒരു 1,15,000 നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് 1,15,000 കിട്ടി. അതേപോലെ തന്നെ നെക്സ്റ്റ് ഏണിംഗ് പെർ ഷെയർ എന്നും പറഞ്ഞിട്ട് ഒരു ഏണിംഗ് പെർ ഷെയർ ആയിട്ട് നമ്മൾക്ക് എത്ര കിട്ടിയിരുന്നത്? ഒരു 1 lakh കിട്ടിയിരുന്നു. സോ നമ്മുടെ ഇക്വേഷൻ എന്താ പറഞ്ഞിരുന്നത്? ഡിവിഡൻഡ് പെയ്ഡ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡഡ് ബൈ നെറ്റ് പ്രോഫിറ്റ് ബിലോങ്ങിങ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. അങ്ങനെയാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. സോ ഡിവിഡൻഡ് പെയ്ഡ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് നമ്മൾക്ക് DPS ചെയ്തപ്പോൾ കിട്ടിയിരുന്നു. അതിൻ്റെ അകത്തെ എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? 1 lakh ആണ് അതിൽ നിന്ന് കിട്ടിയ എമൗണ്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് എന്താണ്? നെറ്റ് പ്രോഫിറ്റ് ബിലോങ്ങിങ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. സോ നമ്മൾ നെറ്റ് പ്രോഫിറ്റ് ബിലോങ്ങിങ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടുപിടിച്ചിരുന്നു. അതിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? നമ്മൾ കണ്ടുപിടിച്ചത് 1,15,000 ആണ്. സോ നമ്മൾക്കത് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. സോ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ഈക്വൽ ടു ഡിവിഡൻഡ് പെയ്ഡ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡഡ് ബൈ നെറ്റ് പ്രോഫിറ്റ് ബിലോങ്ങിങ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ദാറ്റ് മീൻസ് 1 lakh ഡിവൈഡഡ് ബൈ 1,15,000. ദാറ്റ് മീൻസ് എത്ര കിട്ടുക? 2/3 ആണ് നമ്മൾക്ക് ആൻസർ കിട്ടുന്നത്. സോ നമ്മുടെ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2/3 ആണ് നമ്മുടെ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ. നമ്മൾ മാർക്കറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ EPSും അതേപോലെ തന്നെ DPSും DPയും കണ്ടുപിടിച്ചു. അപ്പോൾ നെക്സ്റ്റ് നമുക്കൊരു പ്രോബ്ലം മിസ് ഹോംവർക്കായിട്ട് തന്നിട്ടുണ്ട്. മിസ് എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യേണ്ടതെന്ന് ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ബേസിസിൽ ഇക്വേഷൻ നോക്കിയിട്ട് നിങ്ങൾ പ്രോബ്ലം ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മിസ്സിൻ്റെ അടുത്ത് ചോദിക്കുക. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിൽ നിന്ന് നമ്മൾക്ക് EPSും DPSും അതേപോലെ തന്നെ DPയും കണ്ടുപിടിക്കാനായിട്ട് പറ്റും. സോ ഫസ്റ്റത്തെ പ്രോബ്ലം നമുക്ക് നോർമൽ ഫസ്റ്റ് ഡിവിഡൻഡ് വരെയുള്ളത് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏണിംഗ് പെർ ഷെയർ കണ്ടുപിടിക്കാനായിട്ടും ആ ഏണിംഗ് പെർ ഷെയറും അതേപോലെ തന്നെ ഈ ഡിവിഡൻഡ് 20% കൂടി ആഡ് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഡിവിഡൻഡ് പെർ ഷെയർ കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഏണിംഗ് പെർ ഷെയറും ഡിവിഡൻഡ് പെർ ഷെയറിൻ്റെ റിലേഷൻഷിപ്പാണ് നമ്മൾ മെയിനായിട്ട് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോയിൽ നോക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ആ 2 പ്രോബ്ലം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾക്ക് ഈ DPയും ചെയ്യാൻ പറ്റും. സോ DP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്വേഷൻ മിസ് പറഞ്ഞു ഡിവിഡൻഡ് പെയ്ഡ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡഡ് ബൈ നെറ്റ് പ്രോഫിറ്റ് ബിലോങ്ങിങ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണ്. സോ നമ്മൾ കഴിഞ്ഞ ഈ ഇക്വിറ്റി പെർ ഷെയർസിലും ഡിവിഡൻഡ് പെർ ഷെയർസിലും നമ്മളുടെ ഇക്വേഷനിൽ നിന്ന് എടുത്തിട്ടാണ് നമ്മൾ ഈ DP കാണുന്നത്. സോ നമ്മുടെ ഇക്വേഷനിലേക്ക് അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോയിൽ വരുന്നത്. സോ നിങ്ങൾ പ്രോബ്ലം ചെയ്ത് നോക്കുക. എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഡൗട്ട്സോ കാര്യങ്ങളോ വരാണെന്നുണ്ടെങ്കിൽ മിസ്സിനെ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോയിൽ വരുന്നത്. ഇനി നാളെ മുതൽ നമ്മൾ ഒരു ബാലൻസ് ഷീറ്റ് തന്നിട്ട് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഈ റേഷ്യോസ് നമ്മൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾ എങ്ങനെ ഒരു ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യും, അതേപോലെ തന്നെ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് എങ്ങനെ നമ്മൾ ഈ റേഷ്യോസ് കണ്ടുപിടിക്കും, ആ ടോപ്പിക്കിലോട്ടാണ് നമ്മൾ നെക്സ്റ്റ് മൂവ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സോടുകൂടി നമ്മുടെ മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോ ഫിനിഷ് ആവാണ്. നെക്സ്റ്റ് മുതൽ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ബാക്കി നമുക്ക് നാളത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.